സോ ഫ്രണ്ട്സ്, ഒരു കവിത കൂടിയുണ്ട്. അത് നമ്മൾ എന്താ പറയുക, കാർഷിക കോളേജിൽ പഠിച്ചുകൊണ്ടാണോന്ന് അറിയില്ല. ആ ഒരു കൃഷി എന്ന് പറയുന്ന ഒരു മേഖലയോട് വളരെയധികം ആഭിമുഖ്യമുള്ളൊരു ആളാണ് ഞാൻ. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഒരു സംഗതിയാണിത്. ഞാൻ പഠിച്ച കോളേജും അതുപോലെയാണ്. ആ കോളേജ് തന്ന എന്താ പറയുക സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നും നമ്മുടെ കയ്യിലുള്ളത്. എൻ്റെ വൈഫും കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. സോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്ന ആദ്യത്തെ കവിത എന്ന് പറയുന്നത് മുരുകൻ കാട്ടാക്കട സാറിൻ്റെ ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞ കവിതയാണ്. ആ കവിതയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, വയനാട്ടിൽ എവിടെയോ വെച്ച് അദ്ദേഹം ഈ ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരു കൃഷിക്കാരൻ വരികയും ഈ കവിത ഒന്ന് ചൊല്ലണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുരുകൻ കാട്ടാക്കട ഈ കവിത അവതരിപ്പിക്കുകയും ആ സമയത്ത് ഇയാളിങ്ങനെ കരയുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹി ഹാസ് കമ്മിറ്റഡ് സൂസൈഡ്. കവിയെ അത് വളരെയധികം എന്താ പറയുക വേദനയിലാക്കിയ ഒരു സംഗതിയാണ്. സോ ഇന്നും നിലനിൽക്കുന്ന ഒരു ഏറ്റവും വിഷമമേറിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. ഇടയിലുള്ള മിഡിൽ മാൻ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആര് ഈ സംഗതികൾ ഉണ്ടാക്കിയെടുക്കുന്നോ അവർക്ക് യാതൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് കണ്ണീരും പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരു കവിത അത് വളരെയധികം ഹൃദയത്തിൽ തട്ടിയ കവിതയാണ്. ആ കവിത ഒന്ന് ചൊല്ലാം. ഒരു കർഷകൻ്റെ ആത്മഹത്യാക്കുറിപ്പ്. Before that, for all commodities available in the market, the price is fixed by the manufacturer. But the only commodity where the manufacturer has no role in deciding the price of the commodity is agriculture. And this one is for him who had no other options but to commit suicide. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇതു പാടമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്. ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. കതിരു കൊത്താൻ കൂട്ടുകിളികളില്ല, കിളിയകറ്റാൻ കടും താളമില്ല. നുരയിട്ടു നിവരുന്ന ചെറുവിതൻ ചുണ്ടിൽ വയൽപ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല. നുരയിട്ടു നിവരുന്ന ചെറുമിതൻ ചുണ്ടിൽ വയൽപ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല. നാമ്പുകൾ ഉണങ്ങിയ നുകപ്പാടിനോരത്ത് നോക്കുകുത്തി പലകവാക്കിയായി. നാമ്പുകൾ ഉണങ്ങിയ നുകപ്പാടിനോരത്ത് നോക്കുകുത്തി പലകവാക്കിയായി. ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക, ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ. വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാരശരമേയുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേത സന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, മറുകീകത്തുന്നു കറുക്കുന്നു ചിന്തകൾ. ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കടത്തെയ്യങ്ങളാടുമ്പോൾ. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു
ചെണ്ട കൊട്ടിക്കടത്തെയ്യങ്ങളാടുമ്പോൾ ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയും ഇനി എൻ്റെ ബോധവും ഇനി എൻ്റെ പാട്ടുകളും ഇനി എൻ്റെ ചലനവും എടുത്തുകൊള്ളുക. താങ്ക് യു.